എന്നിട്ടല്ല ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരാളെ കണ്ടെത്താനുണ്ട്. ഓറെ ഫോൺ നമ്പർ ഇല്ല, അയാളെ പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നോക്കുമ്പോൾ 1 മില്യൺ കടന്നു. കുറേ കാലത്തിന് ശേഷമല്ലേ ചാനലിന്. അപ്പോൾ ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ല, സാധനം ഒരു റിയൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മളൊരു കസ്റ്റമറാണ്, അശോകേട്ടൻ എന്നാണ് പേര്. അപ്പോൾ ഈ അശോകേട്ടൻ്റെ ഒരു ചെയിന് മാറ്റാൻ വേണ്ടി വന്നതാണ്. 2 പോയിന്റ് ആണല്ലേ, 2 പോയിന്റ്. നമ്മുടെ വീഡിയോൻ്റെ കുറച്ചായി, ഞാൻ അതിൻ്റെ തൂക്കം പറഞ്ഞത്. 2 പോയിന്റ് ഒരു ചെയിന് മാറ്റാൻ വന്നിട്ട് ഞാൻ പറഞ്ഞത് മാറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം പറഞ്ഞത് മാറ്റി പൊട്ടിയതല്ലേ തന്നെ. ഇപ്പൊ അശോകേട്ടൻ നമുക്കൊരു കാര്യം ചെയ്യാൻ കൂടെ വീഡിയോ ആക്കാന്ന് പറഞ്ഞു. അവർക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും മിണ്ടൂരാന്ന് പറഞ്ഞത്. ഞാൻ ഇത് ഒരുപാടാക്കും ഉപയോഗം അശോകേട്ടൻ അതുകൊണ്ടൊന്ന് ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചല്ലേ. അവസാനം ഓറ് ആ വീഡിയോക്ക് കാര്യമായിട്ട് ഡയലോഗൊന്നും ഇല്ലല്ലേ, ചെറുങ്ങര കുറച്ച് സംസാരിച്ച്. പക്ഷെ ആ വീഡിയോ ഏതാണ്ട് 4 മിനിറ്റ് 5 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിപ്പോൾ 1 മില്യൺ കടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ട്, ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ചിലത് നെഗറ്റീവ് ഉണ്ടായിരിക്കും. കമന്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ഷോപ്പിലെ സ്റ്റാഫിന്റെ ആരോ അച്ഛനാറ്റാണെന്നെല്ലാം പറ്റി ഒരു കമന്റ് ഉണ്ടായിന്. പിന്നെ നിങ്ങളെ അറിയുന്ന ആളാണ്, നിങ്ങൾ വെറുതെ ആക്ട് ചെയ്യുന്നതെന്നെല്ലാം പറ്റേ. പക്ഷേ സംഗതി ഒറിജിനലാണ്. അശോകേട്ടൻ 2ാമത്തെ പ്രാവശ്യം ഷോപ്പിൽ വരുന്നത്. 2ാമത്തെ മുന്നൊരിക്കൽ വന്ന്, കുറേ മുന്നൊരിക്കൽ വന്ന്, അതിന് ശേഷം വന്നതാന്ന് പറയും. അപ്പോൾ ഇതിൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, നമുക്ക് ഒരാളെ കണ്ടെത്താനുണ്ടെന്ന്. കണ്ടെത്തേണ്ട ആള് അശോകേട്ടനാണ്. അതായത് അശോകേട്ടൻ്റെ നമ്പർ ശാലിൽ എഴുതിയിരുന്നല്ലേ, വാങ്ങിയിന്. പക്ഷെ അത് കാണുന്നില്ല. എന്നിട്ട് ഞാൻ ശാലിന് എനിക്ക് ഫൈൻ ഇടുമെന്ന് പറഞ്ഞേ. അപ്പോൾ ശാലിനും വിജയിച്ച് 2ആളും കൂടി ആരെങ്കിലും കൊടുത്ത് എഴുതിയിട്ട് ഒരു കാർഡിൽ എഴുതിയിട്ട് വിജയിച്ചിന് കൊടുത്ത് നോക്കുമ്പോൾ 2ആളും കാർഡാക്കി. ഞാൻ പറഞ്ഞേ 2ആൾക്ക് ഫൈൻ ഇടുന്നത്. കാരണം നമ്മൾ സാധാരണ നമ്മളെ വീഡിയോ മില്യൺ ആയി കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ പുറം വിളിച്ചിട്ടൊരു സമ്മാനം കൊടുക്കും. അപ്പോൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഞാൻ നമ്പർ നോക്കുമ്പോഴത്തേക്ക് ഇവർ 2ആളെങ്കിലും ഈ 2 ദിവസം പരിധിയല്ലേ കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഈ അശോകേട്ടനെ അറിയുന്നവരാരും ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല അശോകേട്ടൻ്റെ നമ്പർ കിട്ടിയാൽ വലിയ ഉപകാരം. പെരുമാച്ചേരിയാണ് വീട്. പക്ഷെ നമുക്ക് വീട് തപ്പിപ്പിടിക്കൽ കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ അശോകേട്ടൻ്റെ നമ്പർ അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അശോകേട്ടനെ വരുത്താം. പിന്നെ അശോകേട്ടൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അശോകേട്ടൻ എന്തായാലും ജീസസിലേക്ക് വരിക. നിങ്ങളെക്കാത്ത് നല്ലൊരു സമ്മാനം കിടപ്പുണ്ട്. ഏതായാലും നമ്മൾ ആ 1 മില്യൺ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് കാണിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടോട്ടല്ല. അപ്പോൾ ആ 1 മില്യൺ വീഡിയോ ഞാൻ ഇവിടെ ഒന്നുകൂടി ഇടുന്നുണ്ട് കേട്ടോ. നോക്കണ്ടേ ഈ ചെയിനൊന്ന് മാറ്റാൻ വേണ്ടിട്ട്. ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത് പൊട്ടിയതല്ലേ, ഇനി അത് മാറ്റിക്കോ. ഇവിടെ ഞാനിതൊന്ന് ബോസിനോട് സംസാരിച്ചിട്ട് മാറ്റാമോ കേട്ടോ. ബൈച്ചോട്ടാ, ഒരു കസ്റ്റമർ ചെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. റിപ്പയർ ചെയ്യേണ്ട കേസേ ഉള്ളൂ. അവർക്ക് മാറ്റാൻ തന്നെ നിർബന്ധം. ഇത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ വെറുതെ കസ്റ്റമർക്ക് നഷ്ടമാക്കുന്നത്? ബൈച്ചോട്ടാ, കസ്റ്റമർ മാറ്റം തന്നെ പറയുന്നത്. ഇന്ന് രാവിലത്തെ ഫസ്റ്റ് കച്ചവടമല്ലേ, നമ്മൾ വെറുതെ ഇത് കളയണം. വിജേഷ്, നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചത് എന്താ? ഫസ്റ്റ് ആയാലും ലാസ്റ്റ് ആവുന്നില്ല. കസ്റ്റമർക്ക് നഷ്ടമില്ലാത്ത കച്ചവടം. ആ കച്ചവടം നമുക്ക് വേണ്ടതല്ല പറഞ്ഞേ. ഇതൊരു കാര്യം ചെയ്യും, ഇത് റിപ്പയർ ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. ഞാൻ പറഞ്ഞോളൂ കസ്റ്റമറോട്. ഏട്ടാ, ഈ ചെയിൻ ഉണ്ടല്ല, നല്ല ഉറപ്പുള്ള ചെയിനായത്. നമ്മൾ സ്ഥിരം യൂസിന് കൊടുക്കുന്ന സാധനമാണ്. സുന്ദരി ചെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തുള്ള കണ്ണി മാത്രമേ താഴ്ന്നിട്ടുള്ളൂ. നമുക്ക് അത് 2 ഭാഗം ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ടുണ്ടല്ല. നിങ്ങൾ വാങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് തൂക്കം നല്ല തൂക്കമുണ്ട്. എത്ര തൂക്കമുണ്ട്? 2 പവൻ്റെ സാധനമാണെന്നല്ല. അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുമേ. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ കണ്ണി ജോയിൻ്റ് ചെയ്യാം. ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി വാങ്ങിയ പോലെ തന്നെ ഇനി പൊട്ടുന്ന പരിപാടിയില്ല, ഞാൻ ഗ്യാരണ്ടിയാ. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ചേറുണ്ടേ. അപ്പോൾ ഞാൻ പറയും ഇതൊന്ന് പോളിഷ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പോലത്തെ ഉണ്ട്. പുതിയ വാങ്ങിയത് എങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാനൊന്ന് പോളിഷ് ആക്കട്ടെ. അപ്പോൾ അതിന് ഞാൻ എന്താ വെച്ചാൽ ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കി എൻ്റെ ചേറിലൊക്കെ അരിച്ചിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ടേ ഞാൻ പോളിഷ് ചെയ്യുള്ളൂ. കാരണം ഇതിപ്പോൾ പോളിഷ് ചെയ്തിട്ട് വരുമ്പോൾ ചില പൊക്കം കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതിനുള്ള ചേറ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചേറ് കളയാം. എന്നിട്ട് വെയിറ്റ് എടുത്തിട്ട് ഞാൻ പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഷബീറെ, വൈജോട്ടൻ വീണ്ടും നന്മമാരാവുന്നുണ്ടല്ലോ. കച്ചവടം ഫുള്ള് നന്മ.
നന്മയുള്ളോണ്ടല്ലേ ഷെബീർക്ക ബൈജോട്ടൻ ഇപ്പൊ ഒരു മുതലാളിയായേ. നിനക്കും നല്ല നന്മയുള്ള പക്ഷേ എന്നിട്ട് നീ ഏടി എത്തിയിട്ടില്ലല്ലോ, ഇങ്ങനെ ഇരിക്കാണല്ലോ ഇപ്പോഴും. അനക്ക് തിരക്കൊന്നുമില്ല ഷെബീർക്ക, മെല്ലെ ആയാ മതി, ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തും. ഷെബീറെ ഭയങ്കര നന്മയാണ്, നാട്ടുകാരെ മൊത്തം കുറ്റം പറയലാ പണി. ഇവള് വേഗം എവിടെയെങ്കിലും എത്തും. അപ്പോൾ ശരിക്കും ചൂടാക്കിനാട്ടാ, എന്നാലും അതിൻ്റെ ചേറ് നമുക്ക് കരിഞ്ഞു കിട്ടൂളേ, അല്ലെങ്കിൽ ചേറിൻ്റെ വെയിറ്റ് കൂടി വരും. അട്ടെ അതിൻ്റെ തൂക്കം നോക്കാം. അപ്പോൾ ഏട്ടാ ഇത് അതിൻ്റെ വെയിറ്റ് ആണ്. ഞാൻ നല്ല ഇത് പോളിഷ് ആയിട്ട് ഇപ്പം കൊണ്ടുതരാം ഏട്ടാ. പോളിഷ് ആവുന്നുണ്ടേ. എനിക്കൊന്നും ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ വൈബ്രേറ്റിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റമർ ഷോപ്പിൽ വന്നാൽ നിർബന്ധമായിട്ടും അതിൻ്റെ അകത്ത് കയറണം എന്നാണ് നമ്മുടെ റൂൾസ്. അപ്പോൾ ഏട്ടൻ അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും ഒന്ന് കയറണം. ഒന്നുമില്ല, ഏട്ടൻ്റെ കാലുവേദന മുട്ടെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. ഓക്കെ ആണോ? അത് കുഴപ്പമില്ല, കേടാ. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേട്ടാ? എന്നാൽ പിന്നെ ഇനി അടുത്തൊരു പരിപാടി ഉണ്ട്. ഇത് ചെറിയ വൈബ്രേഷനാണ്, അപ്പുറം കുറച്ചുകൂടി ബോഡി ഇളക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് ഇടത്ത് കയറണം. ഓക്കെ എന്നാ ഇതാണ് കുറച്ച് നമ്മളെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനം. ഇതിന് കുറച്ചധികം നമ്മളെ കുടല്, അങ്ങനെ ചെസ്റ്റ്, കാല് എല്ലാം അറിയുന്നൊരു സംഭവമാണ്. കേട്ടോ, ഒന്ന് കയറി നട്ടെ, ഞാൻ അത് ഓണാക്കി തരാം. ഓക്കെ, ഒന്നിൻ്റെ അടിപൊളിയല്ലേ? ആദ്യമായിട്ടായിരിക്കും വിളിക്കത്തിൽ കയറുന്നുണ്ടാവുക. അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് എല്ലാവരും നിർബന്ധമായിട്ടും ഇതിനകത്ത് കയറണം എന്നാണ് നമ്മളെ റൂൾസ്. എങ്ങനെയുണ്ടേട്ടാ? അടി ശരിക്കൊന്നും ഇളകില്ലല്ലേ? അപ്പൊ നമ്മളെ ചെയിൻ ആയിട്ടുണ്ടാവുക. ഞാനത് എടുക്കട്ടെ അപ്പോഴത്തേക്ക്. എന്നാല് ചേട്ടാ ആയിട്ടുണ്ട് കേട്ടാ. സംഗതി ഇപ്പോൾ കേട്ടെ പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്. തൂക്കം സെയിം തൂക്കം കേട്ടാ. അപ്പോൾ ഇനി ചെയിനിന് ആദ്യം ഇതുപോലെ തഴഞ്ഞാലുണ്ടല്ല, ഞാൻ പറയുമ്പോൾ മാറ്റിയാൽ മതി. കാരണം നിങ്ങൾ ഇനി എവിടെയെങ്കിലും പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് മാറ്റണ്ട. ഇവിടെ വന്നാൽ ഞാൻ പറയാം മാറ്റേണ്ട സമയം മാറ്റിയാൽ മതി. എനിക്കൊന്ന് ഇനി ഇത് തായും ചെയിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് റിപ്പയർ തരും. അങ്ങനെ എത്ര വരെ പോകുന്നു അത്ര വരെ പോയിട്ട് ലാസ്റ്റ് മാറ്റിയാൽ മതി. ഓക്കെ? ഞാൻ വലിയ ഉപകാരം, ഞാൻ മാറ്റം മേടിച്ചിട്ട് വന്നതായിരുന്നു. സന്തോഷമായി. റിപ്പയറിലാക്കല്ല, ഇതിൻ്റെ പൈസ എത്രയാണെന്നാവോ? ഏട്ടാ, ജീസസ് ഗോൾഡിൽ റിപ്പയർ, സർവീസ്, റീപോളിഷ് എല്ലാം ഫ്രീ ആണ്. ഒന്നിനും പൈസ വേണ്ട ഏട്ടാ. നമുക്ക് നിങ്ങളെ സ്നേഹം മാത്രം മതി. കൈകാൻ തട്ടെ, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനിയും ഇങ്ങോട്ടേക്ക് തന്നെ വാ. ഓക്കെ, ശരി ഏട്ടാ. എന്നാൽ അപ്പോൾ നമ്മളെ അശോകൻ്റെ വീഡിയോ ഉണ്ടല്ലോ, കച്ചവടം വേണ്ടാത്ത മുതലാളി എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതിനകത്തുള്ള കഥകൾ കംപ്ലീറ്റ് ഉള്ളതാണ്, സ്പോട്ടിൽ എടുത്തതാണ്. ഓരോ വന്ന് കയറാട് ഓരോ ഇങ്ങനെ റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓരോ അനുവാദം വെച്ച് ഞാൻ എടുക്കട്ടെ. അങ്ങനെ കയ്യോടാ അല്ലേ, ഒന്നും ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ലല്ലേ. നമ്മൾ എന്താ പറയുക, ക്രിയേറ്റ് ചെയ്ത ഒരു പരിപാടി എടുത്തില്ല. ഒരു വന്നപ്പോൾ തന്നെ അവരോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യട്ടെ പറഞ്ഞ് ഓരോ മിഷൻ്റെ മുകളിൽ കയറ്റി നിൽക്കുന്ന മുതൽ എല്ലാം എന്താ പറഞ്ഞാൽ ഉള്ള പരിപാടി തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എക്സ്ട്രാ കയറ്റിയത് നിങ്ങൾ തന്നെ കുറ്റം പറയുന്നതാണ് അല്ലേ ശാലിനി? വൈജാണ്ട് ഷെബിരല്ല, വൈജാണ്ട് ഓരോ നന്മയെ വേണ്ടെന്നുള്ളത്. പക്ഷെ ഇവര് ഞാൻ കേൾക്കാണ്ട് പറയുന്ന കാര്യം തന്നെയാണ്, ഞാനില്ലാത്തപ്പോൾ പറയുന്നൊരു കാര്യമായത്. പിന്നെ വിജേഷ് ചോദിച്ചത്, ഇത് വിജേഷിനോട് ചോദിച്ചത്, വൈജോട്ടാ രാഹുലിന്റെ കച്ചവടത്തിലെ കളയുണ്ടാ? ഓൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം അത്. എന്തിനാ വൈജോട്ടാ രാഹുലിന്റെ കച്ചവടങ്ങൾ നമുക്ക് ബിസിനസ്സിൽ വന്നപാട് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ വന്നപാട് വെച്ചാൽ മുമ്പ് മഹാറാണി ലാഡികളിൽ നിന്ന് അപ്പോൾ അവര് അർദ്ധ സിസ്റ്റായിരിക്കുമല്ലോ, അപ്പൊ കമ്പനിക്ക് ലാഭം എന്നുള്ള രീതിയിലാണെന്നുള്ള പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലും കച്ചവടം വെച്ചോട്ടെ രാവിലെ തന്നെ കളയണം, നമുക്ക് എടുത്തുവിടെ എന്നുള്ള പറഞ്ഞിട്ട് അതാണ് ആ ക്യാരക്ടർ ഓണെന്നെ ഞാൻ കൊടുത്തേ. അപ്പോഴ് അങ്ങനെ ആ മൊത്തത്തിൽ ഒറിജിനലായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പോലെ ഇത് സംഗതി 1 മില്യൺ അടിച്ചു പോയെ. അപ്പോൾ നമുക്ക് സന്തോഷമായി. പിന്നെ എനിക്കൊന്നും ഒരുപാടാക്കാത്തതുകൊണ്ട് ഗുണമായി കേട്ടാ. അതിനുശേഷം ഒരുപാട് റിപ്പയറിന് വന്നല്ലോ, അതായത് ചെയിന് മാറ്റേണ്ട ആൾക്കാർ ഒരുപാട് ആൾ റിപ്പയറിന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ആ വീഡിയോ കൊണ്ടുണ്ടായെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ അശോകേട്ടൻ അന്ന് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ. ഓറ് റിയലായിട്ട് ഹാപ്പി ആയിട്ടാണ് പോയത്. കാരണം മാറ്റണം എന്ന് പറഞ്ഞ് മാറ്റണമെങ്കിൽ 2 രൂപ മാറ്റണമെങ്കിൽ നല്ല പണിക്കൂലേക്ക് വരുമല്ലോ. അപ്പോൾ അതെല്ലാം അവർക്ക് ലാഭമാണ്. അപ്പം ഓറും നല്ല ഹാപ്പി ആയിട്ടാണ് പോയേ. എനിക്ക് ഈ വീഡിയോ മില്ലനായതെന്ന് ഓററിയാൻ വഴിയില്ല. ഓറ് മൊബൈൽ ഇല്ലല്ല, സാധാ മൊബൈലൊന്നല്ല. ഓറ് മൊബൈലൊന്നും കാണുന്ന ആളൊന്നല്ല. ഇനി ഓറ് വീഡിയോ കണ്ടിട്ട് എന്താ പറയാന്നറിയില്ല.
അല്ലേ? എന്നാ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ കണ്ടവർ എന്തായാലും നമ്മൾ അശോകേട്ടനെ ഒന്ന് നമ്മളിലേക്ക് എത്തിച്ചേർന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ ഷബീറ? ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ.